നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ B12 കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന 5 ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിനും അതുപോലെ തന്നെ മിനറൽസിനും ധാതുക്കൾക്കും ലവണങ്ങൾക്കും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും കോഡീകരിച്ച് പോകുന്നത് പ്രധാനമായിട്ടും വൈറ്റമിൻസിനെയും മിനറൽസിനെയും സഹായത്തോടു കൂടിയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ A, D, B, C, E, K അങ്ങനെ കുറേ എണ്ണമുണ്ട്. അതിൽ പ്രമുഖരായിട്ട് നമ്മൾ പറയാറുള്ളത് വൈറ്റമിൻ B കോംപ്ലക്സുകളാണ്. അപ്പോൾ ഈ B കോംപ്ലക്സിൽ ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12 എന്ന്. ഈ വൈറ്റമിൻ B12 കൊബാൾട്ട് എന്ന് പറയുന്ന ഒരു മിനറലിൻ്റെ പ്രസൻസോട് കൂടി തന്നെ അതിന് കൊബാൾട്ട് അമീൻ എന്നൊരു പേര് കൂടിയുണ്ട്. ഈ വൈറ്റമിൻ B12 എന്ന് പറയുന്ന വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ വളരെയധികം മിക്ക പ്രവർത്തനങ്ങളെയും കോഡീകരിച്ച് കൊണ്ടുപോകാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനമായിട്ട് ഗ്രന്ഥികളുടെയും അതുപോലെ തന്നെ നാഡികളുടെ പ്രവർത്തനത്തിന് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12 എന്ന്. ഈ വൈറ്റമിൻ B12ൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ RBCയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഷേപ്പ് നിലനിർത്താനൊക്കെ വേണ്ടി സഹായിക്കുന്നത് വൈറ്റമിൻ B12 ആണ്. RBCയുടെ ഷേപ്പിന് ഒരു ബൈകോൺകേവ് ഷേപ്പാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് അതുപോലെ നിലനിർത്താൻ കറക്റ്റായിട്ട് ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ RBCയിലാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് വഴി നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. ഓക്സിജൻ എത്തുമ്പോൾ മാത്രമേ ഓരോ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കറക്റ്റ് മെക്കാനിസം നടക്കാനും അതുപോലെ ഹീമോഗ്ലോബിൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഓക്സിജൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B12 സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നാഡികളുടെ പ്രവർത്തനത്തിന് നമ്മുടെ നാഡികളുടെ പുറത്തൊരു ഇൻസുലേറ്റർ പോലെയുണ്ട്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ വയർ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ചെമ്പ് കമ്പീനെ കവർ ചെയ്യുന്ന ഒരു ഇൻസുലേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നാഡികൾക്കും ഉള്ളിൽ പോകുന്ന നാഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആവരണമുണ്ട്. നമ്മളതിനെ മൈലൈൻ ഷീത്ത് എന്നാണ് പറയാറ്. ഈ മൈലൈൻ ഷീത്തിൻ്റെ ആരോഗ്യത്തിനും അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ നിലനിർത്താനും നാഡികളുടെ പ്രവർത്തനം കോഡീകരിച്ച് കൊണ്ടുപോകാനും വൈറ്റമിൻ B12 സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യും അതിൻ്റെ മെറ്റബോളിസം മുന്നോട്ട് കൊണ്ടുപോകാനും വൈറ്റമിൻ B12 സഹായിക്കുന്നുണ്ട്. നാലാമതായിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിന് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസും മിനറൽസും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹോർമോൺസും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി ഇവയുടെ ഒക്കെ ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ് എല്ലാ മെറ്റബോളിസവും കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റബോളിസം ഒക്കെ ഓക്കെ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ B12 അത്യാവശ്യമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈറ്റമിൻ B12നെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്. നമ്മുടെ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ മെത്തിയോണിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിൻ്റെ ആ ഒരു സിന്തസിസ് മെക്കാനിസത്തിനിടയിൽ ഹീമോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് ഉണ്ടാവും. ഈ ഹീമോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് നമ്മുടെ അത് ഒരു മിനിമം ലെവലിലും അധികമാവുന്ന സമയത്ത് നമ്മുടെ ഹൃദ്രോഗങ്ങളും അതുപോലെയുള്ള ഹാർട്ട് കംപ്ലയിൻസ്, ഇഷ്കീമിക് ഹാർട്ട് ഡിസീസ് പോലെയുള്ള കംപ്ലയിൻസ് ഉണ്ടാവാൻ, അഞ്ചൈന പെക്ടോറിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഹീമോസിസ്റ്റീൻ്റെ അളവ് കൂടിക്കഴിഞ്ഞു. ഈ ഹീമോസിസ്റ്റീൻ്റെ അളവ് കുറച്ച് നിർത്താൻ സഹായിക്കുന്നത് വൈറ്റമിൻ B12 ആണ്. അപ്പം വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഹൃദ്രോഗ സാധ്യതകൾ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം ഒരു 47% ആൾക്കാർക്കും വൈറ്റമിൻ B12 കുറഞ്ഞ രീതിയിലാണ് പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള ജനസംഖ്യയിൽ ഒരു പകുതിയോളം ആൾക്കാർക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. നമ്മുടെ വായിൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്നതും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതും ഒക്കെ വൈറ്റമിൻ B12 ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ചുവന്ന രക്താണുക്കളുടെ ആ ഒരു പ്രൊഡക്ഷൻ സഹായിക്കുന്ന പോലെ തന്നെ ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ WBCയുടെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. DNA സിന്തസിസിന് വേണ്ടി നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നമ്മുടെ സ്വഭാവ രൂപീകരണം, നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഏറ്റവും കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന DNA സിന്തസിസ് അല്ലെങ്കിൽ DNA ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ B12 സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളും നശിച്ചു പോകുമ്പോഴും പുതിയ റിപ്പയർ നടക്കാൻ വേണ്ടിയിട്ടും അവിടെയൊക്കെ DNA പ്രൊഡ്യൂസ് ചെയ്യാനും DNA സിന്തസിസ് നടത്താനും ഒക്കെ വൈറ്റമിൻ B12 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വൈറ്റമിൻ. ഇനി ഇത്രയും അധികം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു ബ്ലഡ് ലെവലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 പൈക്കോഗ്രാം അല്ലെങ്കിൽ 0.3 മൈക്രോഗ്രാം ആണ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ വൈറ്റമിൻ B12ൻ്റെ നോർമൽ ലെവലായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട 5 ലക്ഷണം, ഈ 5 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക, വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്തുക, കറക്റ്റായിട്ട് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം സപ്ലിമെൻറ്റ്സുകൾ എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ 5 ലക്ഷണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ കൈകാലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ്.
ഒരു ടിക്ലിംഗ് സെൻസേഷൻ എന്നൊക്കെ പറയാം, എന്തെങ്കിലും എഴഞ്ഞു പോകുന്ന പോലെയുള്ളൊരു ബുദ്ധിമുട്ട്, എപ്പോഴും തരിപ്പായിരിക്കും അവർ. മിക്ക രോഗികളും നമ്മളോട് പറയുന്നത് എൻ്റെ കൈക്ക് തരിപ്പ്, കാൽ വിരലുകൾക്ക് തരിപ്പ്, കാലിൻ്റെ അടിയിൽ കയ്യിലൊക്കെ ഒരു പുകച്ചിൽ അനുഭവപ്പെടുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഈ പ്രശ്നങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നാഡികളുടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാം. ഇപ്പം നാഡികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം വൈറ്റമിൻ B12 നമ്മുടെ നാഡികളുടെ കവർ ചെയ്യുന്ന മൈലിൻ ഷീറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ B12 കുറയുമ്പോൾ ഈ ഒരു മൈലിൻ ഷീറ്റിൻ്റെ പ്രൊട്ടക്ഷൻ കുറയുകയും അതുവഴിയാണ് നമുക്ക് പൊതുവെ ഈ നാഡികളെ ബാധിച്ച് അതുമൂലം നമുക്ക് തരിപ്പ് അല്ലെങ്കിൽ പെരിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ത്വക്ക് ഭയങ്കര വെളുത്ത് വിളറിയിരിക്കുക, നമ്മൾ പെയിലായിട്ടിരിക്കുക, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ പ്രസൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ ചുളിവുകൾ വീഴുക, നമ്മുടെ സ്കിന്നൊക്കെ വല്ലാതെ വയസ്സന്മാരെ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സ്കിൻ ടോൺ മാറുന്നുണ്ടെങ്കിൽ അതും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലമായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പിടിച്ച് വരയ്ക്കുന്ന സമയത്തൊക്കെ ഈ പ്രായമായവരുടെ സ്കിന്ന് പോലെ തൂങ്ങി പോകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, നമ്മുടെ മുഖത്തെയുള്ള സ്കിന്നൊക്കെ പെട്ടെന്ന് അങ്ങ് നമുക്ക് പ്രായം വന്നതുപോലെ അല്ലെങ്കിൽ പ്രായമായതുപോലെയുള്ള ഒരു തോന്നൽ, ചെറുപ്പം ആണെങ്കിൽ കൂടി നമ്മുടെ സ്കിന്നിൽ ആ ഒരു ചേഞ്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അതും വൈറ്റമിൻ B12 കുറയുന്നതുകൊണ്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫംഗ്ഷൻസിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഈ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. അതായത് ചുവന്ന രക്താണുക്കളുടെ ഒക്കെ ആ ഒരു ഷേപ്പും ഫംഗ്ഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള ഓക്സിജൻ എല്ലാ കോശങ്ങളിലും എത്താത്തത് കൊണ്ടാണ് ഈ ഒരു പെയിൽ കളർ അല്ലെങ്കിൽ ഒരു വിളർച്ച അനുഭവപ്പെടുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഡ് സ്വിങ്സ് ആയിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള മൂഡ് സ്വിങ്സ് പ്രസൻറ്റ് ചെയ്യുന്നത് അതും വൈറ്റമിൻ B12 കുറവ് മൂലം വരാം. നമ്മുടെ ഹാപ്പി ആയിട്ട് നിർത്താൻ അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ഒന്ന് എൻഹാൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിൻ, സെറട്ടോണിൻ ഒക്കെയാണ്. അപ്പോൾ വൈറ്റമിൻ B12 കുറയുമ്പോൾ ഇവയുടെ പ്രൊഡക്ഷൻ കുറയുകയും അതുമൂലമാണ് നമുക്കൊരു മൂഡ് സ്വിങ്സ് പ്രസൻറ്റ് ചെയ്യുക. നാലാമതായിട്ട് നമുക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാം. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. വൈറ്റമിൻ B12 ഈ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഒന്നാണ്. എപ്പോഴാണ് നമുക്ക് വൈറ്റമിൻ B12 കുറയുന്നത് അപ്പോൾ നമുക്ക് മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. അഞ്ചാമതായിട്ട് ബ്രെയിൻ ഫാഗ് അല്ലെങ്കിൽ തലക്കൊരു കനം, ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഒക്കെ നമുക്ക് അനുഭവപ്പെടുക. കാരണം ഈ ഒരു നാഡികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നമ്മൾ ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഓരോരോ കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് ഓരോ സെൻസേഷൻ അനുഭവപ്പെടുന്ന ഏരിയകൾ പലതായിരിക്കും. ഈ ഒരു ഏരിയകളെ തമ്മിൽ കോഡീകരിച്ച് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നാഡികൾക്ക് ഉണ്ടാവുന്ന ക്ഷതമോ അല്ലെങ്കിൽ ഒരു ഡീജനറേഷനോ മൂലമാണ് ഈ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ 5 സൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട മുന്നോട്ടുള്ള ചികിത്സ നേടേണ്ടതാണ്. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ 5 ലക്ഷണങ്ങളോടൊപ്പം തന്നെ നമുക്ക് നാഡികളുമായി ബന്ധപ്പെട്ട ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പം നമ്മൾ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് വേയിച്ചു പോവുക, കണ്ണിൻ്റെ കാഴ്ച കുറയുക, നമ്മുടെ പേശികൾക്ക് വല്ലാത്ത വേദന, ക്ഷീണം അനുഭവപ്പെടുക, രാവിലെ എണീക്കുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ജോലികളൊന്നും ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാവില്ല, ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, ഇങ്ങനത്തെ പ്രശ്നം കൂടെ കാണാറുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ വായിൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരിക. പല ആൾക്കാരും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാണിക്കാറുണ്ട്, ഡോക്ടറെ എൻ്റെ വായിൽ ഇടയിൽ പുണ്ണ് വരും, ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് വരും, ഭയങ്കരമായ വേദനയൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അതും വൈറ്റമിൻ B12 കുറവ് മൂലം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുക, നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കുക, നമുക്ക് പെട്ടെന്ന് വയസ്സാകുന്ന സയൻസ് ഒക്കെ സ്കിന്നിൽ കാണിക്കുന്നുണ്ട്, മുടി പെട്ടെന്ന് നരയ്ക്കുക, ഭയങ്കരമായ ക്ഷീണം, നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ചെവിയിൽ മൂളൽ അനുഭവപ്പെടുക, തലവേദന, നമുക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓർമ്മക്കുറവ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ വൈറ്റമിൻ B12 അഭാവത്തിൽ കാണാൻ പറ്റും. ഇനി ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തുടർ ചികിത്സ നേടേണ്ടതാണ്. ഇനി ആരിലാണ് കൂടുതലും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പ്യൂർ വെജിറ്റേറിയൻസിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ, ഇപ്പം കോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, IBS പോലെയുള്ള രോഗങ്ങൾ, ഒരു 75 വയസ്സിന് മുകളിലേക്ക് പ്രായം പോയിട്ടുണ്ടാകുന്ന ആൾക്കാർക്ക് ഇവരിലൊക്കെയാണ് കൂടുതലും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണിക്കുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു B12 നമ്മൾ കഴിച്ചാൽ കൂടി നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഒരു അബ്സോർപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ നല്ല ബാക്ടീരിയകൾ നല്ല രീതിയിൽ തന്നെ വേണം. അപ്പോൾ ഈ നല്ല ബാക്ടീരിയകളുടെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ B12 കിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആമാശയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുടൽ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർക്കാണെങ്കിൽ ഈ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ കുറയുകയും അത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ 5 സിംറ്റംസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ കംപ്ലീറ്റ് വെജിറ്റേറിയൻസ് ആണെങ്കിൽ
നമുക്ക് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ B12 കൂടുതലായിട്ടും കാണുന്നത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് ഇവരിൽ ഇത് കൂടുതലായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ പ്യുവർ വെജിറ്റേറിയൻസ് ഒക്കെയാണ്, നിങ്ങൾക്ക് 75 വയസ്സിന് മുകളിലോട്ടൊക്കെ പ്രായമാണെങ്കിൽ നമ്മളൊരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുത്താൽ നമുക്ക് ഈ ഒരു പരിധി വരെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ഇനി വൈറ്റമിൻ B12 നമുക്ക് കിട്ടുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങൾ, കൊഴുപ്പോട് കൂടിയുള്ള മത്സ്യങ്ങൾ, ചിക്കൻ, മുട്ട, ഇവയിലെല്ലാം വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. ഇനി പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, പാല്, പനീർ, തൈര്, ചീസ്, ഇങ്ങനെയുള്ള പാലിൻ്റേതായ ഉൽപ്പന്നങ്ങളിലും ധാരാളമായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി തന്നെ കറക്റ്റായിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുന്ന കംപ്ലയിൻറ്റ്സ് മുതൽ ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ്സ് വരെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമ്മൾ വേണ്ട ശ്രദ്ധ നൽകേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.